എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സെറ്റോയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തി. കോതമംഗലത്ത് നടന്ന പ്രതിഷേധ പരിപാടികളിൽ നിരവധി അധ്യാപകരും ഒട്ടേറെ സർക്കാർ ജീവനക്കാരും പങ്കെടുത്തു. സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സെറ്റയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പണിമുടക്കിന്റെ ഭാഗമായി കോതമംഗലം താലൂക്കിൽ അധ്യാപകരും ജീവനക്കാരും മിനി സിവിൽ സ്റ്റേഷനിൽ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തി. സംയുക്ത അധ്യാപക സമിതി ജില്ലാ ചെയർമാൻ അജിമോൻ പൗലോസ് പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് അധ്യാപകരും ജീവനക്കാരും പണിമുടക്കുകയാണ്. കഴിഞ്ഞ 8 വർഷക്കാലമായി ഇടതുപക്ഷ സർക്കാർ ജീവനക്കാരോടും അധ്യാപകരോടും കാണിക്കുന്ന നെറുകേടിന് കനത്ത താക്കീത് നൽകിക്കൊണ്ട് ഇന്ന് നമ്മൾ പണിമുടക്കിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ആനുകൂല്യങ്ങളെല്ലാം ഒന്നൊന്നായി തടഞ്ഞുകൊണ്ട് നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നൽകാതെ അതിനെല്ലാം ന്യായീകരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ സർക്കാരിനെതിരെ കടുത്ത പ്രതിഷേധമാണ് നമ്മൾ കഴിഞ്ഞ 8 വർഷക്കാലമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. 2019 ശമ്പള പരിഷ്കരണം 4 ഗഡുക്കളായി നമുക്ക് തരുമെന്ന് പറഞ്ഞിട്ട് അതിലൊരു രൂപ പോലും നമുക്ക് നൽകാതെ ഈ സർക്കാർ ജീവനക്കാരെ പറ്റിച്ചിരിക്കുകയാണ്. 2024 ജൂലൈ 1 പുതിയ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കേണ്ട സമയത്ത് അതിനൊരു ശമ്പള കമ്മീഷൻ വരെ നിൽക്കുവാൻ പോലും ഈ സർക്കാർ തയ്യാറായിട്ടില്ല. ലീവ് സറണ്ടർ മരവിപ്പിച്ച് വർഷങ്ങളായിരിക്കുകയാണ്. 19% നമുക്ക് DA കുടിശ്ശികയായിട്ടിരിക്കുകയാണ്. ഇവിടെ 19% DA കുടിശ്ശികയായിരിക്കുമ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാർക്ക് 5,000 രൂപ മുതൽ 15,000 രൂപ വരെ ഏറ്റവും കുറഞ്ഞ ഒരു മാസം കുറവ് വന്നിരിക്കുന്ന സാഹചര്യമാണ്. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും വലിയ തോതിലുള്ള വില വർധനവ് ഈ സംസ്ഥാനത്ത് ഇടതുപക്ഷ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുമ്പോൾ അത് ജീവനക്കാർക്ക് മാത്രം അതിൻ്റെ വർധനവ്, അവരുടെ വേതനത്തിൽ മാത്രം വർധനവ് വരുത്തുന്നതിൽ ഈ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് വലിയ പ്രതിസന്ധിയാണ് ഈ മേഖലയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഏറ്റവും വലിയ ഈ സർക്കാരിന് ജീവനക്കാരുടെയും അധ്യാപകരെയും ഒക്കെ 2 തട്ടിലാക്കിയിരിക്കുകയാണ്. ഇവിടുത്തെ IASകാർക്കും മന്ത്രിമാർക്കും പേഴ്സണൽ സ്റ്റാഫിനും ഉൾപ്പെടെയുള്ളവർക്ക്, ജഡ്ജിമാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് അവർക്കാവശ്യമായ DA ഉൾപ്പെടെയുള്ള കൃത്യസമയത്ത് നൽകുന്നതിന് ഈ സർക്കാർ അതിനുള്ള നടപടികൾ സ്വീകരിച്ചപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ അധ്യാപകർക്കും ജീവനക്കാർക്കും യാതൊരുവിധ ശമ്പളത്തിൻ്റെ പരിഷ്കരണത്തിൻ്റെ ആനുകൂല്യങ്ങളോ അവരുടെ DA ഉൾപ്പെടെയുള്ള നൽകുന്നതിനോ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ 2 തട്ടിലാക്കി പോകുന്ന ഈ സർക്കാരിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇന്നിപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടുവരുന്നത്. ഇതിൽ നിന്നൊക്കെ ഏറ്റവും ഈ പണിമുടക്കിന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 8 വർഷക്കാലമായി പ്രതിപക്ഷ സംഘടനകളാണ് സമരത്തിന് നേതൃത്വം നൽകിയതെങ്കിൽ ഭരണകക്ഷിയിൽപ്പെട്ട സർവീസ് സംഘടനയിൽപ്പെട്ടവർക്ക് പോലും അവിടെ നിലനിൽക്കാൻ പറ്റാത്ത സാഹചര്യം, ജീവനക്കാരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നു എന്ന് വളരെ ബോധ്യപ്പെട്ടതോടുകൂടിയാണ് അവരും ഈ തവണത്തെ പണിമുടക്കിന് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ തവണത്തെ പണിമുടക്കിന്റെ പ്രത്യേകത. സെറ്റോ താലൂക്ക് ചെയർമാൻ AY എൽദോ അധ്യക്ഷത വഹിച്ചു. DA കുടിശ്ശിക, ലീവ് സറണ്ടർ നിഷേധം, ശമ്പള പരിഷ്കരണ കുടിശ്ശിക തുടങ്ങി ജീവനക്കാരുടെയും അധ്യാപകരുടെയും 65,000 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ തിരികെ നൽകുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക, 12ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക തുടങ്ങിയ പ്രധാന ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അധ്യാപകരും ജീവനക്കാരും സെറ്റയുടെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിൽ പണിമുടക്ക് നടത്തിയത്. കൺവീനർ രാജേഷ് പ്രഭാകർ, സെറ്റോ നേതാക്കളായ അബിൻസ് കരീം, മുരളി കണിശാമ്പറമ്പിൽ, ശൈലജ ശിവൻ, ആന്തുലെ അലിയാർ സാഹിബ്, ബെബിൻ കാക്കനാട്ട്, അജി P തോമസ്, ഷിജു പോൾ, പോൾസൺ തോമസ്, ബിജേഷ് M, സുമ KR, ബിജു MK, ജോയി പോൾ A എന്നിവർ നേതൃത്വം നൽകി. സർക്കാർ സഹായത്തോടെയും കുറ്റമറ്റ രീതിയിലും മെഡിസെപ്പ് പദ്ധതി നടപ്പിലാക്കുക, പൊതുവിദ്യാഭ്യാസ മേഖലയിലെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നിവയും സമരക്കാരുടെ ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.